ഹായ് ഫ്രണ്ട്സ്, ദിസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ദ്രവിഡിയൻ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇനി ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേദിക് എഡ്യൂക്കേഷനെ കുറിച്ചും ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനെ കുറിച്ചുമാണ്. അപ്പോൾ ആദ്യം വേദിക് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അൾട്ടിമേറ്റ് എയിം ഈസ് സെൽഫ് റിയലൈസേഷൻ ഓർ മുക്തി. വേദിക് എഡ്യൂക്കേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ മുക്തിയാണ്. ദ കണ്ടന്റ് ഓർ കരിക്കുലം വേരിഡ് അക്കോർഡിംഗ് ടു ദ ഇൻട്രൻസിക് നീഡ്സ് ഓഫ് ദ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഓരോ ക്ലാസ്സിൻ്റെയും നീഡ്സിനനുസരിച്ച് കണ്ടന്റ് അല്ലെങ്കിൽ കരിക്കുലം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വേദാസ് ആൻഡ് വേദാംഗസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ദ കോർ കരിക്കുലം ഓഫ് ദ ബ്രാഹ്മിൻസ് ക്ലാസ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ പഴയ കാലത്ത് 4 ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? ബ്രാഹ്മിൺ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അപ്പം അതിൽ ഓരോ ക്ലാസ്സിനും എന്തൊക്കെ കരിക്കുലമാണ് ഉള്ളത് നോക്കാം. വേദയും വേദാംഗാസുമാണ് ഏതിനുള്ളത്? ബ്രാഹ്മൺ ക്ലാസ്സിനുള്ള കോർ കരിക്കുലം എന്ന് പറയുന്നത്. ആർച്ചറി, ഹോഴ്സ്മാൻഷിപ്പ്, ചാരിയോട്ട് റേസ് ആൻഡ് അതർ ആർട്സ് ഓഫ് വാർഫെയർ വേർ ദ സ്പെഷ്യൽ സബ്ജക്ട്സ് ഇൻ ദ കരിക്കുലം ഓഫ് ക്ഷത്രിയാസ്. ക്ഷത്രിയാസിൻ്റെ കരിക്കുലത്തിലുള്ളതാണ് ആർച്ചറി, ഹോഴ്സ്മാൻഷിപ്പ്, ചാരിയോട്ട് റേസ് ആൻഡ് അതർ ആർട്സ് ഓഫ് വാർഫെയർ. അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് വേർ ദ മെയിൻ സബ്ജക്ട് ഓഫ് ദ വൈശ്യാസ്. വൈശ്യാസിനുള്ള മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. ആയുർവേദ ആൻഡ് ഭൂതവിദ്യ എക്സെട്ര വെയർ ഓൾസോ ടോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പോൾ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് കുട്ടികളെ എന്തുകൂടെ പഠിപ്പിക്കുന്നുണ്ട്? ആയുർവേദയും ഭൂതവിദ്യയും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. The different stages of life maintained during the Vedic period are ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥ, സന്യാസ. അപ്പോൾ ഈ വേദിക് പീരീഡിൽ 4 സ്റ്റേജുകളായിട്ട് ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സ്റ്റേജസ്? ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥ, സന്യാസ. ദ ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡി കൺസിസ്റ്റഡ് ഓഫ്. അതുപോലെ തന്നെ ഈ സ്റ്റഡിയുടെ മെത്തേഡിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡി കൺസിസ്റ്റ് ഓഫ് ത്രീ ആയിട്ടാണ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ശ്രാവണ, മനന, നീതിധ്യാസന. അങ്ങനെ 3 ആയിട്ടാണ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. ഇനി ഈ വേദിക് പീരീഡിലെ ടീച്ചർ പീപ്പിൾ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. എവറി സ്റ്റുഡൻറ് വാസ് റിക്വയർഡ് ടു സർവ് ഹിസ് ടീച്ചർ കമ്പൽസറിലി. എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ടീച്ചറിനെ സർവ് ചെയ്തിരിക്കണം. ദ സ്റ്റുഡൻസ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് കീപ്പിംഗ് ദ ഗുരുകുല നീറ്റ് ആൻഡ് ക്ലീൻ, ഗേസിംഗ് ദ കൗസ്, ഒബ്റ്റെയിനിങ് വാട്ടർ, കളക്ടിങ് ഫയർവുഡ്സ് എക്സെട്ര. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കുക മാത്രമല്ലാതെ വേറെ എന്തൊക്കെ കൂടെ ജോലികൾ നൽകിയിട്ടുണ്ട്? ഗുരുകുല നീറ്റായും ക്ലീനായും സൂക്ഷിക്കണം, പശുക്കളെ നോക്കണം, വാട്ടർ ശേഖരിച്ചു കൊണ്ടുവരണം, വിറക് ശേഖരിച്ചു കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കുട്ടികൾ അവിടെ ചെയ്യണം. ദ സ്റ്റുഡൻറ് ഒബേഡ് ദ ഗുരു. അപ്പോൾ കുട്ടി എന്ത് ചെയ്യണം? ഗുരുവിനെ ഒബേ ചെയ്യണം. എനി വയലേഷൻ ഓഫ് ദ ഗുരുസ് ഇൻസ്ട്രക്ഷൻ റിഗാർഡഡ് ആസ് എ സൈൻ ഡിസേർവിംഗ് സിവിയർ പണിഷ്മെൻറ്റ്. ഏതെങ്കിലും ഒരു കുട്ടി ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം തെറ്റിക്കുകയാണെങ്കിൽ, അനുസരിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് സിവിയറായ പണിഷ്മെൻറ്റ് ലഭിക്കും. ദ ടീച്ചർ വാസ് കൺസിഡേർഡ് ദ സ്പിരിച്വൽ ഫാദർ ഓഫ് ദ പ്യൂപ്പിൾ. ഇപ്പോൾ ടീച്ചർ വേദിക് പീരീഡിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്? സ്പിരിച്വൽ ഫാദർ ആയിട്ടാണ് കുട്ടികൾക്ക് അധ്യാപകർ ഉണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ വാസ് ഇമ്പാർട്ടഡ് ഇൻ ദ ഗുരുകുല. സ്റ്റുഡൻസ് ലിവ്ഡ് ഇൻ ദ ഗുരുകുല. അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എന്ന് പറയുന്നത് സ്കൂളിൽ രാവിലെ പോയി തിരിച്ചു വരുന്ന സമ്പ്രദായം ആയിരുന്നില്ല. അവർ ഗുരുകുലയിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു. ദ എംപസിസ് വാസ് അപ്പോൺ ദ സ്റ്റഡി ഓഫ് വേദാസ്. കൂടുതലും മുൻതൂക്കം നൽകിയത് ഏതിനായിരുന്നു? വേദങ്ങൾ പഠിപ്പിക്കുന്നതിനായിരുന്നു കൂടുതൽ മുൻതൂക്കം നൽകിയത്. സാൻസ്ക്രിറ്റ് വാസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ആയിരുന്നു. ടീച്ചേഴ്സ് വെയർ ബ്രാഹ്മൺസ്. ബ്രാഹ്മിൻസ് ആയ ടീച്ചേഴ്സാണ് അവരെ പഠിപ്പിക്കുന്നത്. ദ സ്റ്റുഡൻറ് ലൈഫ് വാസ് റിഗറസ്. സ്റ്റുഡൻസിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ കർശനമായ ഒന്നായിരുന്നു. അപ്പോൾ അധ്യാപകരെ എല്ലാം കർശനമായിട്ടാണ് അവിടെ ഗുരുകുലത്തിൽ ഉണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ വാസ് ഫ്രീ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ ആയിരുന്നു. നോബഡി വാസ് ഡീബാർഡ് ഫ്രം എഡ്യൂക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് ഓർ സെക്സ്. കാസ്റ്റിൻ്റെയോ സെക്സിൻ്റെയോ പേരിൽ ഒരു കുട്ടികളെയും അവിടെ നിന്ന് ഡീബാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നിട്ടില്ല. ഡ്യൂറിംഗ് ദ വേദിക് ഏജ് വുമൺ വെയർ ഗിവൺ ഫുൾ സ്റ്റാറ്റസ് വിത്ത് മെൻ. ദേ വെയർ ഹോണേഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ സൊസൈറ്റി. വേദിക് ഏജിൽ വുമണിന് അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരുടേതിന് തുല്യമായ സ്റ്റാറ്റസ് തന്നെ ലഭിച്ചിരുന്നു അല്ലേ? അവരെ സമൂഹത്തിൽ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. Girls during Vedic period were taught like boys. No distinction was made between the two.
The importance of women has been explained in the Vedas at various places. വേദിക് പീരീഡിലെ ഗേൾസ് എന്ന് പറയുന്നത് ബോയ്സിനെ പോലെ തന്നെ പഠിച്ചിരുന്നു. അവിടെ ബോയ്സും ഗേൾസും തമ്മിൽ കൂടുതൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരെയും ഒരുപോലെ കണ്ട് രണ്ടുപേർക്കും വിദ്യാഭ്യാസം നൽകിയിരുന്നു. ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ എന്ന് പറയുന്നത് പല വേദങ്ങളിലും അവരുടെ വുമണിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് പല സ്ഥലങ്ങളിലും വേദങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഉപനയന സെറിമണി, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഉപനയന സെറിമണി എന്താണെന്ന് ചോദിച്ചാൽ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എ സെറിമണി കോൾഡ് ഉപനയന വാസ് പെർഫോംഡ് ബിഫോർ ദ ചൈൽഡ് വാസ് ടേക്കൺ ടു ഹിസ് ഗുരു. ഒരു കുട്ടിയെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതിന് മുന്നേ നടത്തുന്ന ചടങ്ങിനെയാണ് ഉപനയന എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പെർഫോംഡ് അറ്റ് ദ ഏജ് ഓഫ് 8, 11 ആൻഡ് 12 ഫോർ ദ ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ് ആൻഡ് വൈശ്യാസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അത് ഓരോ ക്ലാസ്സിനും ഓരോ ഏജിലാണ്. ബ്രാഹ്മണർമാർക്ക് 8 വയസ്സിലും 11-ാം വയസ്സിൽ ക്ഷത്രിയരും 12-ാം വയസ്സിൽ വൈശ്യരുമാണ് ഈ ചടങ്ങ് നടത്തിയിരുന്നത്. മെറിറ്റ്സ് ഓഫ് വേദിക് എഡ്യൂക്കേഷൻ. ഇനി വേദിക് എഡ്യൂക്കേഷൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്പ് ടു ഇൻസ്റ്റിൽ ഇൻ ദ മൈൻഡ്സ് ഓഫ് പാരൻസ് എ ഡിസയർ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദെയർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ആരിൽ വരുത്താൻ കഴിഞ്ഞു? പാരൻസിൽ വരുത്താൻ കഴിഞ്ഞു. It paid attention to the formation of character and the development of personality of children. ഇപ്പോൾ കൂടുതലും അറ്റൻഷൻ നൽകിയത് ഏതിനാ? ക്യാരക്ടർ ഫോർമേഷനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുമാണ് കൂടുതൽ അറ്റൻഷൻ നൽകിയത്. സോഷ്യൽ സ്കിൽ വാസ് ഇവോൾവ്ഡ് ത്രൂ ട്രെയിനിങ് ഇൻ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. അവർക്ക് എന്തുകൂടെ ഇതാവുന്നുണ്ട്? സോഷ്യൽ സ്കിൽസ് കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ട്രെയിനിങ്ങിൽ കൂടെ സോഷ്യൽ സ്കിൽ കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആണ്, അത് നേരത്തെ പറഞ്ഞു. ആർട്സ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് വെർ ഹൈലി റെസ്പെക്റ്റഡ്. ആ ഒരു ടൈമിൽ ആർട്സിനും ഹാൻഡിക്രാഫ്റ്റ്സിനും ഒക്കെ നല്ല റെസ്പെക്റ്റ് ആണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ദ ടീച്ചർ എൻജോയ്ഡ് ദ ഹയസ്റ്റ് സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ ടീച്ചറിന് നല്ല ബഹുമാനം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ടീച്ചർ അത് വളരെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ദേ ട്രീറ്റഡ് ദെയർ സ്റ്റുഡൻറ് ആസ് ദെയർ ഓൺ ചിൽഡ്രൻ ആൻഡ് പെയ്ഡ് അറ്റൻഷൻ ടു ദെയർ ചിൽഡ്രൻ. ഇവിടെ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾ അവരുടെ സ്വന്തം മക്കളെ പോലെ കരുതി പഠിപ്പിക്കും. അവരെ ഓരോ കാര്യത്തിനും എന്ത് നൽകുന്നുണ്ട്? അത്രയും കെയറും അറ്റൻഷനും നൽകുന്നുണ്ട്. മ്യൂസിക് ആൻഡ് ഡാൻസിങ് വെർ ഓൾസോ ടോട്ട് ടു ഗേൾസ്. കൂടാതെ വേറെ എന്ത് കാര്യങ്ങൾ കൂടെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്? മ്യൂസിക്കും ഡാൻസിങ്ങും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഓഫ് വുമൺ ഓൾസോ റിസീവ്ഡ് പ്രോപ്പർ അറ്റൻഷൻ ഇൻ ദി വേദിക് ഏജ്. വേദിക് ഏജിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രോപ്പറായ അറ്റൻഷൻ തന്നെ നൽകിയിരുന്നു. ഇനി ഈ വേദിക് എഡ്യൂക്കേഷൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേദിക് എഡ്യൂക്കേഷൻ ലേഡ് യുണീക് സ്ട്രെസ് ഓൺ സ്പിരിച്വൽ മാറ്റേഴ്സ്. സ്പിരിച്വൽ മാറ്റേഴ്സിൽ കൂടുതൽ സ്ട്രെസ് ചെയ്തിരുന്നു അല്ലേ. ദ സെക്യുലർ ആൻഡ് മെറ്റീരിയൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് വെയർ നോട്ട് ഗിവൺ ആഡിക്വേറ്റ് ഇമ്പോർട്ടൻസ്. ഏതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല? ലൈഫിൽ സെക്യുലർ ആൻഡ് മെറ്റീരിയൽ ആസ്പെക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയില്ല. The goal of life was self-realization and education was not considered as the birthright of a person. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജന്മാവകാശമാണെന്നുള്ള കാര്യം അവരവിടെ കൺസിഡർ ചെയ്തിരുന്നില്ല. ലൈഫിൻ്റെ ഗോള് എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ എന്ന് മാത്രമേ അവരത് അവിടെ വേദിക് പീരീഡിൽ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ദ്വിജ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. ദ്വിജ മീൻസ് ട്വൈസ് ബോൺ എന്നാണ് ദ്വിജയുടെ അർത്ഥം. ഹു ഈസ് വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 3 വർണ്ണാസ് ഇൻ ഹിന്ദു ധർമ്മ. ഹിന്ദു ധർമ്മയിലെ ആദ്യത്തെ 3 വർണ്ണങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ദ്വിജ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ്വിജയിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് വർണ്ണങ്ങൾ? ബ്രാഹ്മൺ, ക്ഷത്രിയസ് ആൻഡ് വൈശ്യാസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ്വിജ. ദ്വിജയിൽ ഉൾപ്പെടുന്ന 3 വർണ്ണങ്ങളാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ. ഇനി ഈ വേദിക് പീരീഡിലെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ലെക്ചറിങ് മെത്തേഡാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ഡിസ്കഷൻ ആൻഡ് റെസിറ്റേഷൻ വെയർ ഓൾസോ അഡോപ്റ്റഡ് അപ്രോക്സിമേറ്റ്ലി. അവിടെ കൂടാതെ കൂടെ ഉൾപ്പെടുത്തിയിരുന്നു? ഡിസ്കഷനും റെസിറ്റേഷനും കൂടെ അഡോപ്റ്റ് ചെയ്തിരുന്നു. ഡയലോഗ്, സെമിനാർസ് ആൻഡ് സിംപസിയംസ് വെയർ ഓൾസോ ഹെൽഡ് ഫ്രം ടൈം ടു ടൈം. കറക്റ്റായ ടൈമിൽ അവർ എന്തുകൂടെ ചെയ്തിരുന്നു? ഡയലോഗും സെമിനാർസും സിംപോസിയംസും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. സാൻസ്ക്രിറ്റ് വാസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. സാൻസ്ക്രിറ്റ് ആണ് അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. എംപസിസ് വാസ് ഗിവൺ ടു അറ്റൻറ്റീവ് ലിസണിങ്, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആൻഡ് ആക്യുറേറ്റ് റീപ്രൊഡക്ഷൻ. കൂടുതലും എംപസിസ് നൽകിയിരുന്നത് ഏതിനൊക്കെയാണ്? അറ്റൻറ്റീവ് ലിസണിങ്, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആൻഡ് ആക്യുറേറ്റ് റീപ്രൊഡക്ഷൻ. ടീച്ചിങ് വാസ് സീക്വൻഷ്യലി ഓർഗനൈസ്ഡ് ഇൻ വിച്ച് ദ സെക്കൻഡ് ലെസൺ
taught only after the first had been memorized. ആദ്യ ഭാഗം നന്നായി പഠിച്ച് നല്ല വൃത്തിക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ടീച്ചേഴ്സ് എന്ത് ചെയ്യുകയുള്ളൂ, രണ്ടാമത്തെ ഭാഗം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. ഇനി ഈ വേദിക് എഡ്യൂക്കേഷൻ്റെ എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അറ്റൈൻമെൻറ്റ് ഓഫ് മോക്ഷ ഓർ സെൽഫ് റിയലൈസേഷൻ. അറ്റൈൻമെൻറ്റ് ഓഫ് മോക്ഷ അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ ആണ് മെയിൻ എയിം. ഇൻഡോക്ട്രിനേഷൻ ഓഫ് റിലീജിയസ് ഐഡിയൽസ് ആൻഡ് വാല്യൂസ്. റിലീജിയസ് ആയിട്ടുള്ള ഐഡിയൽസിനും വാല്യൂസിനെയും പ്രബോധനം നൽകുക. ഇൻകുൽക്കുലേഷൻ ഓഫ് സിവിക് ആൻഡ് സോഷ്യൽ ഡ്യൂട്ടീസ്. സോഷ്യൽ ഡ്യൂട്ടീസും സിവിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തുക, വേദിക് എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രിസർവേഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് ആൻഷ്യൻ കൾച്ചർ. ആൻഷ്യൻ കൾച്ചറിൻ്റെ പ്രിസർവ് ചെയ്യുകയും സംരക്ഷിക്കുകയും അത് എല്ലാവരിലും എത്തിക്കുകയും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുക. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ ഫോർമേഷനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും. ഇത്രയുമാണ് വേദിക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ എയിംസ്. ഇനി വേദിക് എഡ്യൂക്കേഷൻ നോക്കി. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളതാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ. ബുദ്ധിസം വാസ് നോട്ട് കൺസേൺഡ് ആസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ഹിന്ദുസത്തിൽ നിന്നും വളരെ വ്യത്യാസമൊന്നുമില്ല ഈ ബുദ്ധിസത്തിന്. സെവറൽ ഓഫ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ബേസിക് ടെനറ്റ്സ് ഓഫ് ഹിന്ദുസം വെയർ പ്രിസർവ്ഡ് ഇൻ ബുദ്ധിസം. ഹിന്ദുസത്തിലെ പല പ്രിൻസിപ്പിളും ബുദ്ധിസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ബുദ്ധിസം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ അബൌട്ട് 600 BC. 600 BC-യിലാണ് ഈ ബുദ്ധിസം വന്നത് എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ദ മെയിൻ എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് വെയർ മൊണാസ്ട്രീസ് ഓർ വിഹാരാസ്. ഈ ബുദ്ധിസത്തിൻ്റെ മെയിൻ എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് ആണ് മൊണാസ്ട്രീസ് അല്ലെങ്കിൽ വിഹാര എന്ന് പറയുന്നത്. ദ ഇനീഷ്യേഷൻ സെറിമണി വാസ് നോൺ ആസ് പബ്ബജ. നമ്മൾ വേദിക് പീരീഡിൽ ഉപനയന സെറിമണി പഠിച്ചു അല്ലേ, അതുപോലെ ബുദ്ധിസത്തിലെ ഇനീഷ്യേഷൻ സെറിമണിയാണ് പബ്ബജ. ആഫ്റ്റർ ദ സെറിമണി ദ ബോയ് വുഡ് എൻ്റർ ദ മൊണാസ്ട്രി. ഈ സെറിമണി നടത്തിയതിന് ശേഷമാണ് കുട്ടി എവിടത്തേക്ക് വരുന്നത്, മൊണാസ്ട്രിയിലേക്ക് വരുന്നത്. ഓൾസോ ദേ വാണ്ട് ടു ടേക്ക് എ പ്ലഡ്ജ്. കുട്ടി വന്നതിന് ശേഷം അവർക്കൊരു പ്ലഡ്ജ് കൂടി എടുക്കാനുണ്ട്. ആ പ്ലഡ്ജ് എന്താണെന്ന് നോക്കാം. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. അതാണ് കുട്ടി മൊണാസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം എടുക്കേണ്ട പ്ലഡ്ജ്. ദർ വാസ് നോ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വിത്ത് റിഗാർഡ് ടു ദ അഡ്മിഷൻ. അവിടെ ബുദ്ധിസത്തിൽ എന്തില്ല, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല. അഡ്മിഷൻ്റെ ടൈമിലോ ഒന്നും അവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ല. ദ പ്യൂപ്പിൾ ഹാഡ് ടു ലീവ് ഇൻ ദ മൊണാസ്ട്രി അറ്റ് ദ ഗൈഡൻസ് ഓഫ് ദ പ്രിസെപ്റ്റർ. പ്രിസെപ്റ്ററെ നിർദ്ദേശപ്രകാരം മാത്രമേ, ഗൈഡൻസിലൂടെ മാത്രമേ മൊണാസ്ട്രിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. വുമൺ ഓൾസോ വെർ അലൗഡ് ടു അണ്ടർഗോ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ. സ്ത്രീകൾക്കും എന്ത് നൽകിയിരുന്നു, ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു അല്ലേ. ബുദ്ധമതം പഠിക്കാനുള്ള അവസരം സ്ത്രീകൾക്കും നൽകിയിരുന്നു. എ വുമൺ ആഫ്റ്റർ ഇനീഷ്യേഷൻ വാസ് നോൺ ആസ് ബിക്കുനി. അപ്പോൾ നമ്മുടെ സ്ത്രീകളും ബുദ്ധമതം പഠിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇനീഷ്യേഷൻ സെറിമണി കഴിഞ്ഞ് അവരറിയപ്പെടുന്നതാണ് ബിക്കുനി. ഇനി ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിലെ ടീച്ചർ പ്യൂപ്പിൾ റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ദ പ്യൂപ്പിൾ വാസ് കോൾഡ് സദ്ദി വിഹാരിക. പ്യൂപ്പിൾ കുട്ടികളെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്, സദ്ദി വിഹാരിക എന്നാണ് അറിയപ്പെടുന്നത്. ഹി അക്വയർഡ് നോളജ് ബൈ സർവിങ് ഹിസ് ഉപാധ്യായ. ഉപാധ്യായെ സെർവ് ചെയ്തുകൊണ്ടാണ് കുട്ടികൾ എന്ത് നേടുന്നത്, അറിവ് നേടുന്നത്. ടീച്ചേഴ്സ് വെയർ ഗ്രേറ്റ് സ്കോളേഴ്സ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നല്ല പണ്ഡിതന്മാരായ ആൾക്കാരായിരുന്നു. ദേ വെയർ നോട്ട് ബ്രാഹ്മിൻസ്. അവർ വേദിക് എഡ്യൂക്കേഷനിലെ പോലെ ബ്രാഹ്മണന്മാരായിരുന്നില്ല. ദേ ട്രീറ്റഡ് ദ പ്യൂപ്പിൾ ആസ് ദെയർ ഓൺ സൺ. സ്വന്തം മകനെ പോലെയാണ് ഓരോ കുട്ടിയെയും അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് പ്യൂപ്പിൾ വാസ് എ കോഡിയൽ ആൻഡ് ഹാർമോണിയസ് വൺ. കുട്ടികളും ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു, നല്ല യോജിച്ച ഒരു റിലേഷൻഷിപ്പായിരുന്നു. ഇനി ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ ടീച്ചറിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റോൾ ഓഫ് ടീച്ചർ: ടു ഗിവ് ഓൾ പോസിബിൾ ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ഹെൽപ്പ്, സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്. ടീച്ചർ എന്തൊക്കെ നൽകണം എന്നാണ് പറയുന്നത്, കുട്ടികൾക്ക് പോസിബിൾ ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ഹെൽപ്പ് നൽകണം, സപ്പോർട്ട് നൽകണം, ഗൈഡൻസ് നൽകണം. ടു ഇമ്പാർട്ട് എഡ്യൂക്കേഷൻ ടു ദ സ്റ്റുഡൻസ്, റൈറ്റിംഗ് ബുക്സ്, പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, ഡിസ്കഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിബേറ്റ്സ് ഫോർ ദ ക്ലാരിഫിക്കേഷൻ ഓഫ് സീരിയസ് സബ്ജക്റ്റ്. അപ്പോൾ കുട്ടികൾക്ക് അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്യാറുണ്ട്, ബുക്കുകൾ എഴുതും, ഡിസ്കഷൻ നടത്തും, ഡിബേറ്റ്സ് സംഘടിപ്പിക്കും, സീരിയസ് സബ്ജക്റ്റിലുള്ള ക്ലാരിഫിക്കേഷൻ നൽകും. ഇത്രയൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ടു ടേക്ക് കെയർ ഓഫ് ദ സ്റ്റുഡൻസ് ഡ്യൂറിങ് ദെയർ ഡിസീസ്. കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നന്നായി ശുശ്രൂഷിക്കും. ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ ഫുഡ്,
ക്ലോത്ത്സ്, അക്കോമഡേഷൻ ആൻഡ് അതർ നെസസറീസ് ഓഫ് ലൈവ്ലിഹുഡ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. അപ്പോൾ കുട്ടിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്യും. അതായത് ഫുഡ്, ക്ലോത്ത്സ്, അക്കോമഡേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ടു കീപ്പ് എൻ ഐ ഓൺ ദ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഒരു കുട്ടിയുടെ എല്ലാ കാര്യത്തിലും അധ്യാപകൻ എന്ത് ചെയ്യും? നല്ലൊരു ശ്രദ്ധയുണ്ടാകും. കുട്ടിയുടെ എല്ലാ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് അധ്യാപകൻ നന്നായി ശ്രദ്ധിക്കും. ഇനി റെസിഡൻസ് ഓഫ് ദ പീപ്പിൾ, കുട്ടിയുടെ റെസിഡൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ദർ വെർ നോ ഗുരുകുലാസ് അണ്ടർ ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. വേദിക് എഡ്യൂക്കേഷനിലെ പോലെ ഈ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ എന്തില്ല? ഗുരുകുല സമ്പ്രദായമില്ല. പീപ്പിൾസ് ലിവ്ഡ് ഇൻ വിഹാരാസ് എസ് ശ്രാമണാസ്. കുട്ടികൾ എവിടെയാണ് താമസിക്കുന്നത്? വിഹാരകളിലാണ് താമസിക്കുന്നത്. ദീസ് വിഹാരാസ് വേർ ദ സെന്റേഴ്സ് ഓഫ് സെക്യുലർ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഓൾസോ. ഈ വിഹാരകൾ താമസിക്കുന്നത് മാത്രമല്ല, വേറെ എന്താണ് പറയുന്നത്? സെക്യുലർ ആർട്സിന്റെയും ക്രാഫ്റ്റ്സിന്റെയും സെന്റേഴ്സ് കൂടിയാണ്. ഇനി കരിക്കുലം എങ്ങനെയാണെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ വാസ് സ്പിരിച്വൽ ഇൻ എസൻസ്. ദ ചീഫ് എയിം ഓഫ് എഡ്യൂക്കേഷൻ വാസ് ദ അറ്റൈൻമെന്റ് ഓഫ് നിർവണ ഓർ സാൽവേഷൻ. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആത്മീയതയായിരുന്നു. ദ ചീഫ് എയിം എന്ന് പറയുന്നത് നിർവണ അല്ലെങ്കിൽ സാൽവേഷന്റെ അറ്റൈൻമെന്റ് ആയിരുന്നു. ദ ചീഫ് സബ്ജക്ട് ഓഫ് ദെയർ സ്റ്റഡി വാസ് ദ വിനയ ആൻഡ് ധർമ്മ. വിനയവും ധർമ്മവുമാണ് അവരുടെ മെയിൻ സബ്ജക്റ്റ്. ദർ വാസ് നോ ടെക്നിക്കൽ സ്റ്റഡി. ടെക്നിക്കൽ സ്റ്റഡി ഒന്നും ഉണ്ടായിരുന്നില്ല. ദർ വാസ് ഡെവലപ്മെന്റ് ഇൻ ലിറ്ററേച്ചർ, ഫിലോസഫി, ആർട്സ്, കൊമേഴ്സ്, അഗ്രികൾച്ചർ ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് വാർഫെയർ. അവിടെ എന്തൊക്കെ സബ്ജക്റ്റിന്റെ ഡെവലപ്മെന്റ് പക്ഷേ ഉണ്ടായിരുന്നു? ലിറ്ററേച്ചറിലും ഫിലോസഫിയിലും ആർട്സിലും കൊമേഴ്സിലും അഗ്രികൾച്ചറിലും ഒക്കെ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ഡിവൈഡഡ് ഇൻറ്റു ടു, പ്രൈമറി ആൻഡ് ഹയർ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി എഡ്യൂക്കേഷനും ആൻഡ് ഹയർ എഡ്യൂക്കേഷനും. ഇനി ഈ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ക്വാളിറ്റി, ഹ്യൂമൻ ക്വാളിറ്റിയുടെ ഡെവലപ്മെന്റ്. പ്യൂരിറ്റി ഓഫ് ബിഹേവിയർ, ബിഹേവിയറിന്റെ പ്യൂരിറ്റി. ഒബീഡിയൻസ് ടു റിലീജിയൻ, റിലീജിയനിലുള്ള ഒബീഡിയൻസ്. ഡെവലപ്മെന്റ് ഓഫ് പവർ ഓഫ് റീസണിങ്, പവർ ഓഫ് റീസണിന്റെ ഡെവലപ്മെന്റ്. ബിൽഡിംഗ് അപ്പ് ഓഫ് ക്യാരക്ടർ, ക്യാരക്ടർ ബിൽഡിംഗ്. ഓൾ റൗണ്ട് ഡെവലപ്മെന്റ്, ബാക്കി എല്ലാ കാര്യങ്ങളുടെയും ഡെവലപ്മെന്റ്. ഇനി മെത്തേഡ് ഓഫ് ടീച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ലെക്ചർ മെത്തേഡാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ഡിസ്കഷൻ, ഡിബേറ്റ്, സെമിനാർസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മെത്തേഡ് എക്സെട്ര വെർ ഓൾസോ യൂസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ടോപ്പിക് ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ്. കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച്, പിന്നെ ടോപ്പിക് എങ്ങനെയാണോ അതിൻ്റെ നേച്ചർ അനുസരിച്ചും മെത്തേഡ്സ് യൂസ് ചെയ്തിരുന്നു. എന്തൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്? അവർ ഡിസ്കഷൻസ് യൂസ് ചെയ്തിരുന്നു, ഡിബേറ്റ്സ്, സെമിനാർ, ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് ഇവയൊക്കെ പഠിപ്പിക്കുമ്പോൾ യൂസ് ചെയ്തിരുന്നു. ലോജിക്കൽ വേ ഓഫ് ടീച്ചിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി ഇൻഡക്റ്റീവ് മെത്തേഡാണ് കൂടുതലായും അവർ യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനെ കുറിച്ചും വേദിക് എഡ്യൂക്കേഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് മാത്രം പ്രിപ്പയർ ചെയ്താണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വികസിപ്പിച്ച് എക്സാമിന് എഴുതാൻ കഴിയും. ഇതിലെ പോയിന്റ് തന്നെ നിങ്ങൾക്ക് എക്സാമിന് എഴുതിയാലും നല്ലൊരു മാർക്ക് ലഭിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്